നമസ്കാരം. നമ്മളിന്ന് നമ്മളുടെ 5th സെം പേപ്പറായ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആദ്യത്തെ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് ആണ്. അതിലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന ടോപ്പിക്കാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇങ്ങനെയാണ്. മാക്സ്വെൽ, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് യൂണിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ്. അദ്ദേഹത്തിൻ്റെ 4 ഇക്വേഷൻസ് വളരെ പോപ്പുലറാണ്. നിങ്ങൾ 4th സെമസ്റ്ററിൽ അത് പഠിച്ചു കഴിഞ്ഞിരുന്നു. ഈ യൂണിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന വർക്കിൽ അദ്ദേഹം ഒരു പുതിയ തരം വേവിനെ predict ചെയ്തു. The existence of a new type of wave which is named as electromagnetic waves. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. അതിനുശേഷം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന പ്രോബ്ലം ആളുകൾ ഫേസ് ചെയ്തു. നിങ്ങൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾക്കും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. നമ്മളുടെ അടുത്ത സെഷനിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ ചില ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി. നമ്മൾ അടുത്ത സെഷനിൽ അതിനെ വീണ്ടും പരിചയപ്പെടാം. അടുത്തത് ഈ ഫിനോമിനൻ റാലി ആൻഡ് ജീൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴുള്ള യൂസിങ് ക്ലാസിക്കൽ മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഉണ്ടായ പ്രയാസമാണ് അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി എന്ന പേരിൽ അറിയുന്നത്. അതിനുശേഷം മാക്സ് പ്ലാങ്ക് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹമാണ് ആദ്യമായി റേഡിയേഷൻ എനർജി ക്വാണ്ടൈസ്ഡ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. പിന്നീടുണ്ടായ അടുത്ത ഒരു സ്റ്റെപ്പാണ് ഹെർട്സിൻ്റെ എക്സ്പെരിമെൻ്റ്. മാക്സ്വെൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷന് വേണ്ടി നിരവധി സയൻറ്റിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായി വിജയിച്ചത് ഹെർട്സ് ആണ്. ഹെർട്സിൻ്റെ എക്സ്പെരിമെൻ്റ് നമ്മൾ നോക്കാം. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു ഇന്ത്യൻ ഫിസിസിസ്റ്റ് ഉണ്ട്, ദ മോസ്റ്റ് അൺലക്കി ഇന്ത്യൻ ഫിസിസിസ്റ്റ്. അദ്ദേഹം ജെ.സി. ബോസ് ആണ്. ഇദ്ദേഹവും ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ തൻ്റെ ലാബിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഇദ്ദേഹം എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് റിസൾട്ടുമായി വരുമ്പോഴേക്കും ഹെർട്സ് തൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അല്ലായിരുന്നെങ്കിൽ ജെ.സി. ബോസിനായിരിക്കും ഈ ക്രെഡിറ്റ് കിട്ടേണ്ടിയിരുന്നത്. ലൈക്ക് എവറി ഇന്ത്യൻസ്, ജെ.സി. ബോസും കുറച്ച് ലേറ്റായി. ഓക്കെ, നമുക്ക് ഹെർട്സിൻ്റെ എക്സ്പെരിമെൻ്റ് നോക്കാം. ഹെർട്സിൻ്റെ എക്സ്പെരിമെൻ്റ് എങ്ങനെയായിരുന്നു? അദ്ദേഹം ഒരു രണ്ട് ഷൈനിങ് മെറ്റാലിക് സ്ഫിയേഴ്സ്, ഒന്നിത് വളരെ അടുത്ത് വെച്ചു. അവർക്കിടയിൽ ഒരു വലിയ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, അതിനുള്ളിൽ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഡിവൈഡ് ബൈ സെപ്പറേഷൻ ആണ്. അപ്പോൾ സെപ്പറേഷൻ വളരെ കുറവായതുകൊണ്ട് ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ മെറ്റൽ സ്ഫിയേഴ്സിൻ്റെ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോണുകൾ ഒരു മെറ്റലിൽ നിന്ന് മറ്റൊരു മെറ്റലിലേക്ക് എയർ ഗ്യാപ്പിലൂടെ ട്രാവൽ ചെയ്യും. ഈ ഫീൽഡിലൂടെ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുമ്പോൾ അവർ ആക്സലറേറ്റ് ചെയ്യുകയും ആ ആക്സലറേഷൻ്റെ ഭാഗമായി ആ ആക്സലറേഷൻ്റെ റിസൾട്ട് കൊണ്ട് ഡ്യൂ ടു ദ ആക്സലറേഷൻ ഓഫ് ദീസ് ഇലക്ട്രോൺസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അദ്ദേഹം മറ്റൊരു ഡിറ്റക്ടർ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ വേവിനെ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ സ്പാർക്ക് എയറിലൂടെ ഇലക്ട്രോൺ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. അത് ഇതിനിടയിലുള്ള എയറിനെ ചൂടാക്കും. അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ സ്പാർക്കിനെ എൻഹാൻസ് ചെയ്യാനായിട്ട്
പല മാർഗങ്ങൾ അദ്ദേഹം പരീക്ഷിച്ചു. അതിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അൾട്രാ വയലറ്റ് ലൈറ്റ് കൊണ്ട് ഈ ഷൈനിങ് മെറ്റൽ സ്ഫിയേഴ്സിനെ ഇലുമിനേറ്റ് ചെയ്തപ്പോൾ സ്പാർക്കുകൾ എൻഹാൻസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ he observed that emission of electrons when suitable light falls on metal surface. അപ്പോൾ മെറ്റൽ സർഫസിൽ ലൈറ്റ് വന്ന് തട്ടിയാൽ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇത് ഹിസ്റ്ററി ഓഫ് സയൻസിലെ വലിയൊരു ഐറണിയാണ്. കാരണം ഹെർട്സ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ലൈറ്റ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ലൈറ്റ് ഈസ് വേവ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെർട്സ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റിലാണ് ലൈറ്റ് ഒരു വേവ് മാത്രമല്ല എന്ന് തെളിയിച്ചത്, എന്ന് കാണിച്ചത്. അപ്പോൾ മുമ്പൊരിക്കലും ലൈറ്റിൻ്റെ വേവ് അല്ലാത്ത ഒരു ഫിനോമിനൻ, വേവ് അല്ല എന്ന് കാണുന്ന ഒരു നമ്മൾക്ക് തോന്നുന്ന ഒരു ഫിനോമിനൻ പോലും നമുക്ക് പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾക്ക് ലൈറ്റിന് മറ്റൊരു നേച്ചർ ഉണ്ട് എന്ന് ആദ്യമായി വെളിപ്പെട്ടത്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ironies of history of science, that the same work to demonstrate that light consists of EM waves also gave the first hint that this was not the whole story. Okay. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അതിൻ്റെ എക്സിസ്റ്റൻസ് സർപ്രൈസിങ് അല്ല. കാരണം നമുക്കറിയാം ലൈറ്റ് ഈസ് നത്തിങ് ബട്ട് എനർജി. ഈ എനർജി വന്ന് ഒരു ഇലക്ട്രോണിൽ തട്ടുമ്പോൾ ആ ഇലക്ട്രോണിനെ, ബൗണ്ടഡ് ഇലക്ട്രോണിനെ തട്ടിത്തെറിപ്പിക്കാൻ സ്വാഭാവികമായും സാധിക്കും. ഇതിനൊരു അനലോഗി ഇങ്ങനെയാണ്. ഈ തീരത്തുള്ള കടലുകളെ, പെബിൾസിനെ വേവുകൾ ഇങ്ങനെ വന്ന് തട്ടി അടർത്തി മാറ്റുന്നത് പോലെ നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോണുകളെ അടർത്തി മാറ്റാൻ പറ്റും, ഇജക്റ്റ് ചെയ്യിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്. The situation is just like water waves dislodging pebbles from a beach, because we all know that these electromagnetic waves carries energy. But the experimental findings shows that no such simple explanation is possible. പിന്നീട് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തുകയും ഈ ഫിനോമിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത്തരം ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ കൊണ്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ മനസ്സിലാക്കുക സാധ്യമല്ല. എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഇങ്ങനെയാണ്. ഹോൾവാച്ച്, വില്യം ഹോൾവാച്ച് ആൻഡ് ഫിലിപ്പ് ലെനാർഡ്, ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ, ദേ വർ അസോസിയേറ്റ്സ് ഓഫ് ഹെർട്സ്. ഇവരാണ് ഈ ഫിനോമിനനെ എക്സ്പെരിമെൻ്റലി സ്റ്റഡി ചെയ്തത്. ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ 86 to 1900. അപ്പോൾ അവരെന്താ സ്റ്റഡി ചെയ്തതെന്ന് വെച്ചാൽ, അവർ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയും അതേപോലെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഏതൊക്കെ ഘടകങ്ങളെ എങ്ങനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ ദേ സ്റ്റഡീഡ് ദ ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും അതേപോലെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും, ഈ രണ്ട് പാരാമീറ്റേഴ്സിന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും, അതേപോലെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർ സ്റ്റഡി ചെയ്തത്. Alright. So the experimental setup is like this. ഒരു ഇവാക്യുവേറ്റഡ് ചേംബർ, ഈ ചേംബറിൽ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയിലൂടെ ലൈറ്റിന് എൻ്റർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ വിൻഡോ, ദിസ് ഇസ് ആൻ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ചേംബർ. ഇതിനുള്ളിൽ ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റൽ സർഫസ് വെച്ചിട്ടുണ്ട്. ഇവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളെ കളക്ട് ചെയ്യാനായിട്ടൊരു കളക്ഷൻ പ്ലേറ്റ് ഉണ്ട്. അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. സർക്യൂട്ടിൽ ഏതെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാനായിട്ട് ഒരു അമ്മീറ്ററിനെ ഇൻക്ലൂഡ് ചെയ്തു. അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യലിനെ മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തു.
Please note that this applied potential can be varied both in magnitude and in polarity. അപ്പോൾ എക്സ്പെരിമെൻ്റലി അവർ ഇങ്ങനെയാണ് സ്റ്റഡി ചെയ്തത്. അപ്പോൾ അപ്ലൈഡ് ഫീൽഡ് ഫസ്റ്റ് കേസ് ഇങ്ങനെയാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുക്കുന്നു. ബിക്കോസ് ഇവിടെ നമ്മൾ പോസിറ്റീവ് ആണ് കണക്ട് ചെയ്തത്. സോ ദിസ് സൈഡ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഇലക്ട്രോഡ് ഈസ് നെഗറ്റീവ്. So the electric field is from positive to negative. Since electrons are negatively charged, they experience force in the opposite direction of electric field. So they experience force like this. So this force make the electron travel from this point to this point. അപ്പോൾ ഇവിടെ accelerate ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ potential apply ചെയ്തത്. So we call this potential as accelerating potential. When light falls on it, electrons emit ചെയ്യുന്നു. ഇവിടുന്ന് emit ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളിൽ ഫോഴ്സ് ഉണ്ടാവുന്നു. ഈ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു ആൻഡ് ദേ കംപ്ലീറ്റ് ദ സർക്യൂട്ട്. അപ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്താൽ അമ്മീറ്ററിൽ ഒരു കറണ്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇഫ് ദർ ഇസ് നോ ലൈറ്റ്, നോ ഇലക്ട്രോൺ, ബിക്കോസ് ദിസ് ഇസ് വാക്വം. ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ് ദർ ഇസ് നത്തിങ്, ഇറ്റ്സ് വാക്വം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോണുകളൊന്നുമില്ല, ചാർജ് കാരിയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് വെൻ ലൈറ്റ് ഫോൾസ്, വെൻ സ്യൂട്ടബിൾ ലൈറ്റ് ഫോൾസ്, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയും ഈ എമിറ്റഡ് ഇലക്ട്രോൺ സർക്യൂട്ടിൽ ഒരു കറണ്ടിന് കാരണമാവുകയും ചെയ്യും. സോ ഞാൻ പറഞ്ഞു, അവർ രണ്ട് പാരാമീറ്റേഴ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് മെഷർ ചെയ്തത്. ഒന്ന് എണ്ണം, എത്ര ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുന്നു എന്നും, രണ്ട് കൈനറ്റിക് എനർജി. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? യു കനോട്ട് കൗണ്ട് ബിക്കോസ് യു കനോട്ട് സീ ദ ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കൂ, ഇവിടെ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുമ്പോൾ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കാരിയർ കോൺസെൻട്രേഷൻ കൂടുകയും കറണ്ട് കൂടുകയും ചെയ്യും. സോ പ്ലീസ് റീകോൾ ദ ഇക്വേഷൻ. കറണ്ട് ഈസ് ഈക്വൽ ടു NAVDE. ഇപ്പോൾ നമ്പർ ഓഫ് കാരിയേഴ്സ് കൂടുന്നതനുസരിച്ച് കൂടുതൽ കറണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്പർ ഡബിൾ ആയാൽ കറണ്ടും ഡബിൾ ആവുന്നതായി നമുക്ക് കാണാൻ പറ്റും. നമ്പർ 3 ടൈംസ് ആയാൽ, എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 3 ടൈംസ് ആയാൽ, അതിനർത്ഥം സർക്യൂട്ടിലെ കറണ്ടും 3 ടൈംസ് ആവും. അപ്പോൾ നമ്മൾ ഇൻഡയറക്ട്ലി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മെഷർ ചെയ്യുന്നത് ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ടു മെഷർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദേ ആക്ച്വലി മെഷേർഡ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് അവർ മെഷർ ചെയ്തത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ്. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. രണ്ടാമതായി അവർ മെഷർ ചെയ്യാൻ പോയത് കൈനറ്റിക് എനർജിയാണ്. സോ അതിന് അവർ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ശ്രദ്ധിക്കുക. സോ ദിസ് സൈഡ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ലൈറ്റ് തട്ടുന്ന സൈഡിനെ പോസിറ്റീവ് ആക്കി മാറ്റി ഈ സൈഡ് നെഗറ്റീവ് ആണ് കണക്ട് ചെയ്തത്. സോ ആസ് ബിഫോർ ദർ ഈസ് ആൻ അമ്മീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് ടു മെഷർ ദ കറണ്ട്. We have a voltmeter to read the voltage. We applied an electric field like this. Since electrons are negatively charged, they experience force in the opposite direction. So ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾക്ക് ഇവിടേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത്, എന്നാൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ദാറ്റ് വിൽ പ്രൊവൈഡ് എ റിട്ടാർഡേഷൻ ആൻഡ് ഹെൻസ് വി കോൾ ദിസ് ആസ് റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണുകൾക്ക് ഫോഴ്സ് അവരുടെ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇവർ ഇങ്ങോട്ട് പോകുന്തോറും അത് സ്ലോ ഡൗൺ ആവും. കാരണം ഈ കൈനറ്റിക് എനർജി ഈ ഫോഴ്സിന് അഗെയിൻസ്റ്റായി വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഇതിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. ഇങ്ങോട്ട് പോകുന്തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും മാക്സിമം കൈനറ്റിക് എനർജി ഏറ്റവും കുറയും. ഈ സ്ഥലത്ത് സ്റ്റിൽ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ, കൈനറ്റിക് എനർജി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു കറണ്ട് ഉണ്ടാവും. എന്നാൽ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ കൈനറ്റിക് എനർജി തീർന്ന് ഇലക്ട്രോൺ അവിടെ നിന്നാൽ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ സർക്യൂട്ടിലെ അമ്മീറ്റർ 0 എന്ന് റീഡ് ചെയ്യും. അതിനർത്ഥം എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി ഇവിടെ എത്തിയപ്പോഴേക്കും പൂർണ്ണമായും വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും തീർന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഈ പെർട്ടിക്കുലർ വോൾട്ടേജിന് ഏത് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണോ സർക്യൂട്ടിലെ കറണ്ട് ഇത്തരത്തിൽ 0 ആവുന്നത്, ആ വോൾട്ടേജിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് 10 യൂണിറ്റ് ഓഫ് എനർജി ഉള്ള ഒരു കൈനറ്റിക് എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുകയും
ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും 10 യൂണിറ്റ് ഓഫ് വർക്ക് അത് ചെയ്യേണ്ടി വരികയും ചെയ്താൽ സർക്യൂട്ടിലെ കറണ്ട് 0 ആവും. ഇതാണ് അതിൻ്റെ ലോജിക്. Okay, so thus to measure the kinetic energy of photoelectrons, they actually measured the retarding potential just sufficient to stop them. അതായത് ജസ്റ്റ് കറണ്ട് 0 ആവാൻ എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, എത്ര റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യണം എന്ന് മെഷർ ചെയ്തു. അതിൽ നിന്ന് അവർക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് കൈനറ്റിക് എനർജി മെഷർ ചെയ്യാം. അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അഗെയിൻസ്റ്റ് റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. We know that work done against electric field is charge into potential difference. അപ്പോൾ ഇവിടെ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ E ആണ്. നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ നമ്മൾ V0 എന്ന് വിളിച്ചാൽ ഈ V0 ആയിരിക്കും കൈനറ്റിക് എനർജി. കറക്റ്റ്. മറ്റ് ഫിഗർ ഇതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ പൊളാരിറ്റി മാറ്റിയത്. ബേസിക്കലി വി യൂസ് എ കമ്മ്യൂട്ടേറ്റർ അറേഞ്ച്മെൻറ്റ് ഫോർ ദിസ് പർപ്പസ്. ഇത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച ഫിഗറാണ്, NCERTയിലെ ഫിഗറാണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ആർതർ ബേസറാണ്. അതിൽ കാണിക്കുന്ന ഫിഗർ ഇതാണ്. ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് എന്നാണ് ഞാൻ ആദ്യം കാണിച്ച എക്സ്പെരിമെന്റ് സെറ്റപ്പിൽ കാണിച്ചത്. സോ വി ഓൾ നോ ദാറ്റ് ടു വേരി ദ പൊട്ടൻഷ്യൽ വി മസ്റ്റ് ഹാവ് സം അറേഞ്ച്മെന്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഹോൾവാച്ച് ആൻഡ് ലെനാർഡ് എന്താണ് കണ്ടതെന്ന് നോക്കാം. ആദ്യമായി അവർ കണ്ടത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, ഇൻറ്റൻസിറ്റി മാറുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എങ്ങനെ മാറും. ഇതാണ് അവരുടെ ആദ്യത്തെ സ്റ്റഡി. സോ ദേ ഫൗണ്ട് ദാറ്റ് ആസ് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് ദ കറണ്ട് photoelectric current increases. Photoelectric current and hence the number of photoelectrons emitted. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുക എന്നതാണ്. is found to be proportional to the intensity of incident radiation. So this is the thing, intensity of incident radiation. Photoelectric current നമ്മൾ ഈ ആക്സിസിൽ പ്ലോട്ട് ചെയ്താൽ നമുക്കറിയാം for all intensities emission takes place, it is found to be linearly proportional. So number of photoelectrons, അപ്പോൾ ഇതിൽ നിന്ന് അവർ നടത്തിയ കൺക്ലൂഷൻ ഇതാണ്, number of photoelectrons is therefore proportional to the intensity of incident radiation. അടുത്തായി അവർ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഇൻറ്റൻസിറ്റിക്ക് കൈനറ്റിക് എനർജിയിൽ എന്ത് റോളാണുള്ളത്. ഓക്കെ, ഇതാണ് 2 ഫിഗറുകളാണ്. ഇവിടെ നമ്മൾ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ മാത്രം വെച്ചുള്ളത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി എടുത്തു ആൻഡ് ദേ ഇൻക്രീസ്ഡ് ദ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ഫ്രം 0 to V0. അപ്പോൾ V0 എത്തിയപ്പോഴേക്കും അത് സ്റ്റോപ്പായി. സോ ദിസ് ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അവർ ഫ്രീക്വൻസി മാറ്റാതെ ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്തു. നമുക്കറിയാം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കറണ്ട് ഡബിൾ ആവും. ഇനി അവർ നേരത്തെ ചെയ്ത പോലെ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തപ്പോൾ ദേ ഒബ്സർവ്ഡ് ദാറ്റ് ഫോർ ദിസ് വൺ ഓൾസോ ദ കറണ്ട് ഡ്രോപ്സ് ടു 0, ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ദ സെയിം ആസ് ബിഫോർ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്തപ്പോഴും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് മാറ്റമില്ല, 3 times ആയപ്പോഴും മാറ്റമില്ല. സോ എക്സാക്ട്ലി വി ആർ ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ ദിസ് പാർട്ട്. എന്നാലും അവർ സ്റ്റഡി ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഈ ഒരു റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലും അതുപോലെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യലും ഒരുമിച്ചുള്ളൊരു ഗ്രാഫാണ് എങ്കിൽ ഇതാണ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ദ സെയിം ഫോർ ഓൾ ഇൻറ്റൻസിറ്റീസ് I1, I2, I3, വേർ I1 ആണ് ഏറ്റവും ചെറുത്, I2 ആണ് അതിനേക്കാൾ കൂടുതൽ, I3 അതിനേക്കാൾ കൂടുതൽ, അങ്ങനെ. അപ്പോൾ എല്ലാ ഇൻറ്റൻസിറ്റികൾക്കും സെയിം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. നമുക്കറിയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് എ മെഷർ ഓഫ് കൈനറ്റിക് എനർജി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൈനറ്റിക് എനർജിയും സെയിം ആണെന്നാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുന്നതായിട്ട് ഒബ്സർവ് ചെയ്തു. സോ ദ കൺക്ലൂഷൻ ഈസ് ദിസ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഹെൻസ് ദ കൈനറ്റിക് എനർജി ഈസ് ഫൗണ്ട് ടു ബി ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ്. അടുത്തത് ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഓൺ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിക്ക് കൈനറ്റിക് എനർജിയിൽ റോളില്ല എന്ന് കണ്ടു. ഇനി ഫ്രീക്വൻസിക്ക് കൈനറ്റിക് എനർജിയിൽ എന്ത് റോളാണുള്ളത്? സോ ഫോർ ദാറ്റ് ദ സ്റ്റഡീസ് ആർ ലൈക്ക് ദിസ്. അഗെയിൻ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ആണ്. ദേ കീപ് ദ ഇൻറ്റൻസിറ്റി കോൺസ്റ്റന്റ് ആൻഡ് ദേ ട്രൈഡ് ഫോർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് വേർ μ1 ഈസ് ഗ്രേറ്റർ ദാൻ μ2 ഗ്രേറ്റർ ദാൻ μ3. ഇങ്ങനെയാണ് അവർ സ്റ്റഡി ചെയ്തത്. അപ്പോൾ ഫോർ ഗ്രേറ്റർ ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ.
അപ്പോൾ ഫ്രീക്വൻസി nu1 ആണ് ഏറ്റവും കൂടുതൽ, അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതാണ് അവരുടെ ഒബ്സർവേഷൻ. ഇത് കംപ്ലീറ്റ് സ്റ്റഡിയാണ്, 2 പൊട്ടൻഷ്യലുള്ള സ്റ്റഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻറ്റൻസിറ്റി മാറ്റാത്തത് കൊണ്ട് നമ്മുടെ സാച്ചുറേഷൻ കറണ്ട്, മാക്സിമം കറണ്ടിന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ nu3 ആണ് ഏറ്റവും വലുത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് ഏറ്റവും വലുത്. അപ്പോൾ കൺക്ലൂഷൻ ഈസ് ദിസ്: stopping potential and hence the kinetic energy is found to be proportional to the frequency of incident light. Effect of frequency of incident radiation ആണ് നമുക്ക് അടുത്തായി കാണാനുള്ളത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് ഈ ആക്സിസിലുള്ളത്, ഇവിടെ ഫ്രീക്വൻസിയാണ്. സോ ആദ്യത്തെ കുറേ ഫ്രീക്വൻസികൾക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ കൊടുക്കാതെ തന്നെ അതിലെ കറണ്ട് 0 ആണ്. വിച്ച് മീൻസ് ദാറ്റ് നോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു കറണ്ട് നമുക്ക് കിട്ടിയേനെ. എന്നാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ പിന്നീട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, നമുക്ക് ആദ്യം മെറ്റൽ എ നോക്കാം. ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി nu0 എത്തിയപ്പോഴേക്കും എമിഷൻ നടക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നു. വിച്ച് മീൻസ് ദാറ്റ് ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഓൾസോ ഇൻക്രീസസ്. ഈ മിനിമം ഫ്രീക്വൻസിനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി അഥവാ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് എക്സ്പെരിമെൻ്റലി ദാറ്റ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഓർ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽസ്. നിങ്ങൾ നോക്കൂ, ഇവിടെ മെറ്റൽ എയ്ക്കും മെറ്റൽ ബിക്കും ഡിഫറെൻ്റ് ആണ്. ഇത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. 2 ലൈനുകളും പാരലൽ ആണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ബോത്ത് ദ ലൈൻസ് ആർ സെയിം. ഇനി ഈ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്സിമം ഫോട്ടോ ഇലക്ട്രോൺ എനർജി ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ ഫ്രീക്വൻസിയാണ്. വ്യത്യാസം ഇതാണ്, ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് ഗ്രാഫിൽ കാണിച്ചത്, ഇവിടെ ഇലക്ട്രോണിൻ്റെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. ആസ് വി എക്സ്പെക്റ്റഡ് ഇവിടെയും ഗ്രാഫ് ലീനിയർ ആണ്. ഓരോ മെറ്റൽസിനും, സീഷ്യത്തിനൊന്ന്, സോഡിയത്തിനൊന്ന്, കാൽഷ്യത്തിന് വേറൊന്ന്, ഇങ്ങനെ ഓരോ മെറ്റൽസിനും ഡിഫറെൻ്റ് ആണ് ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസീസ്. ഓക്കെ, സോ എ മിനിമം or threshold frequency is necessary for emission of photons എന്ന് നമുക്ക് മനസ്സിലായി. ഈ threshold frequency different metals-ന് different ആണെന്ന് മനസ്സിലായി. For frequencies greater than threshold frequency, stopping potential and hence the kinetic energy is found to be proportional to the frequency. Please note that the slope of the graph is same for all metals, and we will have an explanation for this. Now we will conclude all the observations as laws of photoelectric effect. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ട ഒബ്സർവേഷൻസ് മാത്രം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, ലോസ് ഓഫ് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റ്. ഒന്നാമത്തെ കാര്യം, within the limits of experimental accuracy, there is no time interval between the arrival of light at a metal surface and the emission of photoelectrons. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു instantaneous process ആണ്. Photoelectric effect is an instantaneous process, which just means that at the very moment a photon or light hits the metal surface, an electron is ejected from it. That simply means there is no time delay between incidence of photon and emission of electrons. And in fact, this cannot be explained using the existing theory, the then existing theory, that is the wave theory. We will explain that in the next session. So we will start with this slide and we will explain all the other points. Then laws of photoelectric effect ile രണ്ടാമത്തെ law ഇതാണ്. A bright light yields more photoelectrons than a dim one. എന്ന് വെച്ചാൽ bright means intensity കൂടിയ ലൈറ്റ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകൾ തരും at the same frequency. And electrons energies മാറുന്നില്ല. എന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും, എന്നാൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി സെയിം ആയി നിൽക്കും. ആൻഡ് ദെൻ തേർഡ് ഒബ്സർവേഷൻ ഇസ് ദിസ്: ഹയർ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ദ മോർ ദ എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് ആവും. എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, സ്റ്റോപ്പ് ഫോർ എ വൈൽ. In part 2 of this explanation, we will discuss quantum theory of light. അപ്പോൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ക്വാണ്ടം നേച്ചർ പരിചയപ്പെട്ടു. നെക്സ്റ്റ് we will explain why the
wave theory fails to explain this thing, and how quantum theory successfully explains photoelectric effect. Thank you.